നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബിടെക്കിൽ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വിങ് സെലക്ട് ചെയ്തവർക്കുള്ളൊരു സുവർണ അവസരമാണ് ഈ പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2021 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. 2022 അതിന്റെ എക്സാം നടന്നു. 2023 മെയ്യിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ ഈ 2 വർഷം കൊണ്ട് തന്നെ ഒരു 121 വേക്കൻസി അഡ്വൈസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് പോയിരിക്കുന്നത്. 2023 ലിസ്റ്റിൽ നിന്ന് 121 അഡ്വൈസ് ഈ ഒരു പോസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ളൊരു സുവർണ അവസരമാണ് ഈ പറയുന്ന എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഐപ്ലസ് ഇതിൻ്റെ കോച്ചിങ് തുടങ്ങിയിട്ടുണ്ട്. വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പോർഷൻസിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സിലെ മെട്രിക്സ് തിയറി അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ 2022 നടന്ന പരീക്ഷയിൽ മാത്തമാറ്റിക്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് A ഈക്വൽ ടു matrix 4 2 3 8 4 6 -2 -1 -1.5 is option A 3, option B 2, option C 1, option D 0. അതായത് ഈ മെട്രിക്സിന്റെ റാങ്ക് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് നമുക്ക് അതിൻ്റെ ആൻസർ 1 ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് കിടക്കാം. ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? The rank of a matrix is the dimension of the vector space generated by its column or its rows. They are the same. അതായത് തിയററ്റിക്കലി നമ്മൾ ഡെഫിനിഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് is the dimension of the vector space generated by its column. അതായത് അതിന്റെ കോളം കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന വെക്ടർ സ്പേസിന്റെ ഡയമെൻഷനാണ് ആ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത്. കോളം എന്ന് തന്നെ നിർബന്ധം പറയണമെന്നില്ല. അല്ലെങ്കിൽ അതിന്റെ റോസ് കൊണ്ട്, ആ മെട്രിക്സിന്റെ റോസ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന വെക്ടർ സ്പേസിന്റെ ഡയമെൻഷനാണ് എന്തെന്ന് പറയുന്നത് ആ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കോളം കൊണ്ടാണെങ്കിലും റോ കൊണ്ടാണെങ്കിലും വാല്യൂ എന്തായിരിക്കും? സെയിം ആയിട്ടായിരിക്കും കിട്ടുന്നത്. Simply, it is the maximum number of linearly independent columns or rows in the matrix. അല്ലെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു മെട്രിക്സിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എത്ര റോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെട്രിക്സിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എത്ര കോളം ഉണ്ട്, അതായിരിക്കും ആ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ്, ഇതൊക്കെ തിയറി ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കുന്നത്? മെത്തേഡ് ടു ഫൈൻഡ് ദ റാങ്ക് ഓഫ് എ മെട്രിക്സ്. Perform elementary row operations to reduce it to its row echelon form or row reduced echelon form. The number of non-zero rows in the echelon form is the rank of the matrix. അതായത് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിനെ കുറച്ച് എലമെന്ററി ആയിട്ടുള്ള റോ ഓപ്പറേഷൻസ് ചെയ്യുക. എലമെന്ററി ആയിട്ടുള്ള റോ ഓപ്പറേഷൻസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ റോ എക്ലോൺ ഫോമിലേക്കോ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്കോ മാറ്റുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഫോമിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതായത് നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റോസ് ആയിരിക്കും. അതായിരിക്കും ആ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് A ഈക്വൽ ടു മെട്രിക്സ് 4 2 3 8 4 6 -2 -1 -1.5. ഇനി നമുക്ക് റോ ഓപ്പറേഷൻസ് ചെയ്യുകയാണ്. അതായത് ആദ്യം നമ്മൾ ഈ 4ന്റെ താഴെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റിനെ 0 ആക്കണം. സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് എലമെന്റിനെ 0 ആക്കണം. അതായത് ഈ 8നെ 0 ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? R2 - 2R1. R2നെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? R2 - 2R1. ശരിയല്ലേ? 8ൽ നിന്ന് 2 × 4 8 തന്നെയല്ലേ? 8ൽ നിന്ന് 8 കുറച്ചാൽ 0 കിട്ടും. അപ്പോൾ R2നെ നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. എങ്ങനെയാണ് ചെയ്യുന്നത്? R2 - 2R1. അപ്പോൾ ഈ കംപ്ലീറ്റ് റോകളെ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എന്ത് വരും? ഫസ്റ്റ് റോ അതേപോലെ തന്നെ, വ്യത്യാസമൊന്നും ഇല്ലാതെ നിൽക്കും. 4 2 3. സെക്കൻഡ് എലമെന്റ്, സെക്കൻഡ് റോ എങ്ങനെ നിൽക്കും? 8 - 2 × 4. 8 - 2 × 4 that is equal to 8 - 8 equal to 0. ഓക്കെ, അപ്പോൾ ഈ എലമെന്റ് എന്തായിട്ട് നിൽക്കും? 0 ആയിട്ട് നിൽക്കും.
ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത എലമെന്റ് എന്താ? 4 മൈനസ് 2 ഇൻറ്റു 2. ഓക്കെ, 4 മൈനസ് 2 ഇൻറ്റു R1 അല്ലേ, അപ്പോൾ 4 മൈനസ് 2 ഇൻറ്റു 2, ദാറ്റ് ഈസ് 4 മൈനസ് 4 ഈക്വൽ ടു 0. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? 6 മൈനസ് 2 ഇൻറ്റു 3, ദാറ്റ് ഈസ് 6 മൈനസ് 6 ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു എലമെന്ററി റോ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സെക്കൻഡ് റോ എങ്ങനെ ചേഞ്ച് ചെയ്തു? നമ്മൾ ആക്ച്വലി ഇതിനെ മാത്രമേ 0 ആക്കാൻ ശ്രമിച്ചുള്ളൂ, പക്ഷെ കംപ്ലീറ്റ്ലി ആ റോ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ നമ്മുടെ പുതിയ മെട്രിക്സ് എന്ത് കിട്ടി? മെട്രിക്സ് 4 2 3 0 0 0 -2 -1 -1.5. ഓക്കെ, ശരി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിന്റെ താഴെയുള്ള ഈ മെട്രിക്സിനെ നമുക്ക് ഈ തേർഡ് റോയിൽ ഫസ്റ്റ് എലമെന്റിനെ 0 ആക്കണം. തേർഡ് റോയിൽ ഫസ്റ്റ് എലമെന്റിനെ 0 ആക്കിയിട്ട് ഫർദർ ഓപ്പറേഷൻസ് വേണം. ഓക്കെ, തേർഡ് റോയിൽ ഫസ്റ്റ് എലമെന്റിനെ 0 ആക്കാൻ വേണ്ടിയിട്ട് -2 ആണ്. അപ്പോൾ ഫസ്റ്റ് റോ വെച്ചിട്ട് നമുക്ക് അതിനെ 0 ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ -2നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -4 കിട്ടും. ഓക്കെ ആണല്ലോ. എന്നിട്ട് R1 കൊണ്ട് കൂട്ടിയാൽ മതിയല്ലോ. -2നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -4 കിട്ടും. ദെൻ R1 കൊണ്ട് കൂട്ടിയാൽ -4 + 4 എന്തായിട്ട് നിൽക്കും? 0 ആയിട്ട് നിൽക്കും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? R3നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. R3നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? -2 ഇൻറ്റു 2 -4, -1 ഇൻറ്റു 2 -2, -1.5 ഇൻറ്റു 2 -3. ഓക്കെ, ശരി. -4 -2 ആണേ, -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ 1 ആയിരുന്നു, -1 ആയിരുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -2. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? R3നെ R1 കൊണ്ട് കൂട്ടുന്നു. R3നെ R1 കൊണ്ട് കൂട്ടുമ്പോൾ R3 ചേഞ്ചസ് ടു R3 പ്ലസ് R1. അപ്പോൾ -4 + 4 0. ഓക്കെ, -2 + 2 0, -3 + 3 0. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ മെട്രിക്സ് എങ്ങനെ ചേഞ്ച് ചെയ്തു? ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 4 2 3, സെക്കൻഡ് റോ എന്ന് പറയുന്നത് 0 0 0, തേർഡ് റോ എന്ന് പറയുന്നത് 0 0 0. അപ്പം നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റാങ്ക് എത്രയാണ്? 1 ആണ്. ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് പോകാതെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്ക് പെട്ടെന്നൊന്ന് കണ്ണോടിച്ചാൽ കിട്ടും. എല്ലായ്പ്പോഴും നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ കിട്ടും. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ആണ് റാങ്ക് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ്. അപ്പം നിങ്ങൾ ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ -2 ഈ 4 2 3 എന്നുള്ള ഫസ്റ്റ് റോയിനെ ഒരു -2 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് ലാസ്റ്റ് റോ. ഓക്കെ, അപ്പം ഇതും ഫസ്റ്റ് റോയും ലാസ്റ്റ് റോയും ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, അതേപോലെ ഫസ്റ്റ് റോയെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് സെക്കൻഡ് റോ. അപ്പോൾ ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എത്ര റോയേ ഉള്ളൂ? ഒരൊറ്റ റോയേ ഉള്ളൂ. ബാക്കി ഈ സെക്കൻഡ് റോയും തേർഡ് റോയും ഏതുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്? ഫസ്റ്റ് റോയുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ സെക്കൻഡ് റോയും തേർഡ് റോയും ഫസ്റ്റ് റോയുമായിട്ട് ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് എത്രണ്ണേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ റാങ്ക് എന്താണ്? ഒരെണ്ണമാണ്, 1 ആണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. If A equal to matrix 4 1 3 2, then the eigenvalues of 2A square is option A 1 5, option B 250, option C 4 2, option D 8 4. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെ ഐഗൺ വാല്യൂ അല്ല കണ്ടുപിടിക്കേണ്ടത്, 2A സ്ക്വയറിന്റെ ഐഗൺ വാല്യൂ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2A സ്ക്വയറിന്റെ ഐഗൺ വാല്യൂ. ഓക്കെ, എൻ്റെ ആൻസർ വരുന്നത് 250 ആണ്. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഐഗൺ വാല്യൂസ്, എന്താണ് ഐഗൺ വെക്ടേഴ്സ് എന്ന് നോക്കാം. ലെറ്റ് എ ബിലോങ്സ് ടു Mn of R if there exists a non-zero column matrix X such that Ax equal to lambda X for some lambda belongs to R, then X is an eigenvector and lambda is an eigenvalue of A. അതായത് A എന്ന് പറയുന്നത് Mn of R'ലെ എലിമെന്റ് ആണ്. Mn of R എന്ന് പറഞ്ഞാൽ എന്താ? n/n മെട്രിക്സുകളുടെ കളക്ഷൻ അല്ലെങ്കിൽ സ്ക്വയർ മെട്രിക്സുകളുടെ കളക്ഷൻ വിത്ത് എൻട്രീസ് ഫ്രം റിയൽ നമ്പർ. അതിന്റെ എൻട്രീസ് എവിടെ നിന്നാണ്? റിയൽ നമ്പേഴ്സിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു മെട്രിക്സ്, ഒരു സ്ക്വയർ മെട്രിക്സ്, ഒരു റിയൽ നമ്പർ എൻട്രീസ് ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കണം? ഒരു നോൺ സീറോ കോളം മെട്രിക്സ് എക്സിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം. സച്ച് ദാറ്റ് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന Ax ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡ എവിടുത്തെ എലമെന്റ് ആയിരിക്കണം? റിയൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഒരു റിയൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? Ax ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നോൺ സീറോ കോളം മെട്രിക്സ് എക്സിനെ കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ എക്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ആ മെട്രിക്സിന്റെ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ആ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ തിയററ്റിക്കലി ഇതാണ് ഐഗൺ വെക്ടറും ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇക്വേഷനിലേക്ക് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പോവുകയാണ്. ഐഗൺ വാല്യൂസ് ആർ റൂട്ട്സ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഐഗൺ വാല്യൂസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ റൂട്ട് ആയിരിക്കും. അപ്പൊ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? Let A belongs to Mn of R. The polynomial, characteristic polynomial of A is chi A of x equal to determinant of xi minus A. അതായത് എന്താണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. എന്താണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ? ഡിറ്റർമിനന്റ് ഓഫ് xi മൈനസ് എ എന്ന് പറയുന്ന ഒരു ഇതിനെ ഡിറ്റർമിനന്റിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിലുള്ള ഒരു പോളിനോമിയൽ കിട്ടും. ഡിറ്റർമിനന്റ് ഓഫ് xi മൈനസ് എ എന്ന് പറയുന്നതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സിലുള്ള ഒരു പോളിനോമിയൽ കിട്ടും. ആ പോളിനോമിയലാണ് എന്തെന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഐഗൺ വാല്യൂ എന്താന്ന് പറഞ്ഞു, ഐഗൺ വെക്ടർ എന്താന്ന് പറഞ്ഞു. ഐഗൺ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ സീറോസ് കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇതും തിയറിയാണ്. നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിന് 2x2 മെട്രിക്സിന്റെയും 3x3 മെട്രിക്സിന്റെയും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷനായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. ഒരു 2x2 മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ഇഫ് A belongs to M2 of R, then characteristic equation of A is x square minus trace of A into x plus determinant of A equal to 0. അപ്പോൾ എന്താണ്? A എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ ആ എയുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എക്സ് പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. ഓക്കെ, ഇനി എ എന്ന് പറയുന്നത് 3x3 മെട്രിക്സ് ആണെങ്കിലോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് C11 പ്ലസ് C22 പ്ലസ് C33 എക്സ് മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 where CII is the cofactor of AII. ഇതാണ് ഒരു 2x2 മെട്രിക്സിന്റെയും ഒരു 3x3 മെട്രിക്സിന്റെയും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക, ആ ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കുക. ആ ഇക്വേഷന്റെ റൂട്ട് എന്തായിരിക്കും? അതിന്റെ ഐഗൺ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ എ എന്ന് പറഞ്ഞ് നമുക്ക് തന്നത് 4132 ആയിരുന്നു, ശരിയല്ലേ? നമുക്ക് എ ആയിട്ട് തന്നിരുന്നത് 4132 ആയിരുന്നു. ഓക്കെ, എയുടെ ഐഗൺ വാല്യൂ അല്ല കണ്ടുപിടിക്കേണ്ടത്, എ സ്ക്വയറിന്റെ ഐഗൺ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആദ്യം എ സ്ക്വയർ കണ്ടുപിടിക്കാം. എ സ്ക്വയർ എന്ത് വരും? 4132 ഇൻറ്റു 4132. ഓരോ ടേമിന്റെ സ്ക്വയർ ചെയ്ത് വെക്കല്ലേ? എ ഇൻറ്റു എ ആണ് എ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതെന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ 4 ഇൻറ്റു 4 4 into 4 16 plus 1 into 3 3. Okay, then first row in a second column കൊണ്ട് multiply ചെയ്യാം. 4 into 1 4 plus 1 into 2 2. Next 3 into 4 12 plus 2 into 3 6. Next 3 into 1 3 plus 2 into 2 4. ഓക്കെ, ജസ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം കൊണ്ടും ഫസ്റ്റ് റോയിനെ സെക്കൻഡ് കോളം കൊണ്ടും ചെയ്യുന്നു. ദെൻ സെക്കൻഡ് റോയെ ഫസ്റ്റ് കോളം കൊണ്ടും സെക്കൻഡ് റോയെ സെക്കൻഡ് കോളം കൊണ്ടും ചെയ്യുന്നു. അപ്പോൾ ഇതെന്ത് വരും? ഈക്വൽ ടു 19 6 18 7. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 19 6 18 7. ഓക്കെ, ഇനി എ സ്ക്വയറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, 2a സ്ക്വയറിന്റെ. അപ്പോൾ എ സ്ക്വയർ കിട്ടി. 2a സ്ക്വയർ എന്തായിരിക്കും? സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഓരോ എലമെന്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 19നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 38, 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12, 18നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36, 7നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14. ഓക്കെ, അപ്പം നമ്മുടെ
2x2 മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ ഫോം എന്തായിരുന്നു? ഇപ്പൊ എ ആണ് മെട്രിക്സ് എങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ ഫോം എന്തായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 എന്നായിരുന്നു. ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്തിന്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 2a² ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതെന്തായിരിക്കും ഇക്വേഷന്റെ ഫോം? എക്സ് സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് 2a² പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് 2a² ഈക്വൽ ടു 0. ഓക്കെ, ട്രേസ് ഓഫ് 2a². ട്രേസ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ്. ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ് എന്ത് കിട്ടും? 38 പ്ലസ് 14 52. ട്രേസ് 52. ഡിറ്റർമിനന്റ് ഓഫ് 2a². ഡിറ്റർമിനന്റ് ഓഫ് 2a² എന്ന് പറഞ്ഞാൽ എന്താ? 2a² എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് 2a² എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 2x2 മെട്രിക്സ് അല്ലേ? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 38 × 14 മൈനസ് 12 × 16. ശരിയല്ലേ? എ എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ ABCD ഡിറ്റർമിനന്റ് ഓഫ് എ എന്ത് വരും? AD മൈനസ് BC. ഓക്കെ, അപ്പൊ ഇവിടെ 2a² ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ 38 × 14 മൈനസ് 12 × 36 എന്ത് വരും? 100 വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 52x പ്ലസ് 100 ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂസ് കിട്ടും. ആ എക്സിന്റെ വാല്യൂസ് ആണ് നമ്മുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വേണമെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലേക്ക് മാറ്റി ആ ഇക്വേഷന്റെ എഴുതി ചെയ്യാം. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം എന്താ? ax² പ്ലസ് bx പ്ലസ് z ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -b പ്ലസ് ഓ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ b യുടെ വാല്യൂ -52 ആണ്. ദെൻ -b ആകുമ്പോഴത്തേക്ക് 52 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b² ആകുമ്പോഴത്തേക്ക് 52ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എയുടെ വാല്യൂ 1 ഇൻറ്റു 100 ബൈ 2 ഇൻറ്റു 1. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതിനെ സോൾവ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ സമയം എടുക്കും. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. എങ്ങനെ പോകാൻ പറ്റും? നിങ്ങൾ നോക്കിയാൽ മതി. ഇത് x² മൈനസ് സംതിങ് ഇൻറ്റു എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 ഫോമിലേക്കാണ്. അപ്പോൾ രണ്ട് നമ്പേഴ്സ്, ആ രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കിട്ടണം, കൂട്ടുമ്പം -52 കിട്ടണം. അങ്ങനത്തുള്ള രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് നമ്പേഴ്സ്, ആ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കിട്ടണം, കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? -52 കിട്ടണം. അപ്പോൾ കൂട്ടുമ്പം നെഗറ്റീവാണ് കിട്ടുന്നത്, പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവും കൂട്ടുമ്പോൾ നെഗറ്റീവും ആണെങ്കിൽ രണ്ട് നമ്പേഴ്സും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയായിരിക്കും ആ രണ്ട് നമ്പേഴ്സ്? -2 -50 ആയിരിക്കും. -2 × -50 100 ആണ്. -2 പ്ലസ് -50 -52 ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എനിക്ക് മാറ്റി എഴുതാം? x-2 ഇൻറ്റു x-50 ഈക്വൽ ടു 0. എല്ലായ്പ്പോഴും നമുക്ക് ഇതൊരു ട്രിക്ക് വെച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്ന കേസിൽ ഇങ്ങനെ തന്നെ ചെയ്തു പോകുക. അല്ലെങ്കിൽ നമ്മൾ റൂട്ടൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ സമയം കഴിഞ്ഞു പോകും. അപ്പോൾ x-2 ഇൻറ്റു x-50 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? x-2 ഈക്വൽ ടു 0 or x-50 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കിട്ടും x ഈക്വൽ ടു 2 ആൻഡ് x ഈക്വൽ ടു 15. അതായത് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് x ഈക്വൽ ടു 2ഉം x ഈക്വൽ ടു 50 ആണ്. അതായത് നമ്മുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 2ഉം 50ഉം ആണ്. ഓക്കെ, അങ്ങനെയാണ് ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസറിലേക്ക് എത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് u ഈക്വൽ ടു tan inverse of x³ plus y³ by x plus y, then x into dou u by dou x plus y into dou u by dou y is option A tan 2u, option B cos 2u, option C cos 2u, cos square 2u ആണ്, cos square 2u, option D sin 2u. ഓക്കെ, അപ്പം നമുക്ക് u തന്നിട്ടുണ്ട്. പാർഷ്യൽ ഡിഫറൻസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. PDEയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് sin 2u ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഇതെങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? tan ഇൻവേഴ്സ് ഓഫ് x³ പ്ലസ് y³ ബൈ x പ്ലസ് y, അതാണ് നമ്മുടെ u. അതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ tan ഇൻവേഴ്സ്, അതായത് ഈ ആംഗിൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ x³ പ്ലസ് y³ ബൈ x പ്ലസ് y ആണ് നമ്മുടെ ആംഗിൾ. അപ്പോൾ x³ പ്ലസ് y³ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ് x പ്ലസ് y ഇൻറ്റു x² മൈനസ് xy പ്ലസ് y². അതായത്
ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി എന്ത് തന്നെയാണ് കിട്ടുന്നത്? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഹോൾ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? എക്സ് പ്ലസ് വൈയും എക്സ് പ്ലസ് വൈയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ യു എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ബൈ എക്സ് പ്ലസ് വൈ അല്ലായിരുന്നോ? അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ പറയാം? യു ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, അതിന് പകരം എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഈ ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ ഈ ആംഗിളിന് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ആംഗിളിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ യു എങ്ങനെ മാറി? ടാൻ ഇൻവേഴ്സ് ഓഫ് ടി എന്ന് മാറി. ഓക്കെ ആണല്ലോ. ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഇവിടെ നമ്മൾ ചെയ്തുള്ളൂ. ഫസ്റ്റ് ആംഗിളിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എക്സിലും വൈയിലുള്ള ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ യു ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടി എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും എന്താന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ് എന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? നമുക്ക് യു എന്താ കിട്ടിയേക്കുന്നത്? ടാൻ ഇൻവേഴ്സ് ഓഫ് ടി ആണ് കിട്ടിയേക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്ത് വരും? ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. ഓക്കെ, ശരി. ഡോ യു ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്താ? യു എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടി ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു എന്ത് വരും? ഡോ ടി ബൈ ഡോ എക്സ്. ഓക്കെ, ഡോ ടി ബൈ ഡോ എക്സ് എന്താ കിട്ടിയേക്കുന്നത്? 2x മൈനസ് വൈ. നോക്കാം അതാണോ എന്ന്. ടി എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഡോ ടി ബൈ ഡോ എക്സ് എന്ത് കിട്ടും? എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എന്ത് വരും? ഇത് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x മൈനസ് വൈ പ്ലസ് 0, ദാറ്റ് ഈസ് 2x മൈനസ് വൈ. അപ്പോൾ എന്ത് കിട്ടി? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 2x മൈനസ് വൈ ബൈ 1 പ്ലസ് ടി സ്ക്വയർ ആണ്. ദെൻ എന്ത് കണ്ടുപിടിക്കുക? ഡോ യു ബൈ ഡോ വൈ. നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ വരും? ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. ഓക്കെ, യു എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് ഓഫ് ടി ആയിരുന്നു. യു എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടി. അപ്പോൾ ഡോ യു ബൈ ഡോ ടി എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ്. അപ്പോൾ 1/1 പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. ഡോ ടി ബൈ ഡോ എക്സ് എന്ത് വരും? ടീനെ എന്ത് വെച്ച് ഡെറിവേറ്റീവ് എടുക്കുക? സോറി, ഡോ ടി ബൈ ഡോ വൈ അല്ലേ? ടീനെ എന്ത് വെച്ച് ഡെറിവേറ്റീവ് എടുക്കുക? വൈ വെച്ച് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ടീനെ വൈ വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കോൺസ്റ്റന്റ്? എക്സ് കോൺസ്റ്റന്റ്. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സ് കോൺസ്റ്റന്റ് ആണ്, വൈയുടെ ഡെറിവേറ്റീവ് 1. അപ്പോൾ മൈനസ് എക്സ് പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? മൈനസ് എക്സ് പ്ലസ് 2y ബൈ 1 പ്ലസ് ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈ നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ എക്സ് വരുമ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 1 പ്ലസ് ടി സ്ക്വയർ ആണ്. ന്യൂമറേറ്റർ 2x മൈനസ് വൈ മൈനസ് എക്സ് പ്ലസ് 2y. അപ്പോൾ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് നമുക്ക് എന്ത് കിട്ടിയായിരുന്നു? 2x മൈനസ് വൈ ബൈ 1 പ്ലസ് ടി സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്താ കിട്ടിയത്? മൈനസ് എക്സ് പ്ലസ് 2y ബൈ 1 പ്ലസ് ടി സ്ക്വയർ. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 2x സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് മൈനസ് എക്സ് വൈ മൈനസ് 2y സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ. ഓക്കെ, മൈനസ് എക്സ് വൈ പ്ലസ് 2y സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ, which is equal to 2x square minus
2xy plus 2y square the whole divided by 1 plus t square. ന്യൂമറേറ്ററിൽ നിന്നിനെ കോമൺ എടുക്കാം, 2നെ കോമൺ എടുക്കാം. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് ടി സ്ക്വയർ. ഓക്കെ, ആക്ച്വലി ഇതെന്താണ്? ഇതാണ് നമ്മുടെ ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 2t ബൈ 1 പ്ലസ് ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 2t ബൈ 1 പ്ലസ് ടി സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് ടീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, തിരിച്ച് ടീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം യു എന്ന് പറയുന്നത് യു ആണ് നമ്മൾ എന്തെടുത്തേക്കുന്നത്? ടാൻ ഇൻവേഴ്സ് ഓഫ് ടി എന്ന് എടുത്തേക്കുന്നത്, ശരിയല്ലേ? അപ്പം ടി എന്ത് വരും ഇവിടെ? ടി എന്ന് പറയുന്നത് എന്ത് വരും? ടാൻ യു വരും, ശരിയാണല്ലോ? അപ്പോൾ ഇതെങ്ങനെ വരും? ഇസ് ഈക്വൽ ടു 2 ടാൻ യു ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ യു. ഓക്കെ, ഈക്വൽ ടു 2 ടാൻ യു ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ യു എന്താണ്? സീക്ക് സ്ക്വയർ യു. നമ്മുടെ ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻ ആണ് 1 പ്ലസ് ടാൻ സ്ക്വയർ യു ഈക്വൽ ടു സീക്ക് സ്ക്വയർ യു. ഓക്കെ, അപ്പോൾ സീക്ക് സ്ക്വയർ യു എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ 2 ടാൻ യു ഇൻറ്റു 1 ബൈ സീക്ക് സ്ക്വയർ യു. 1 ബൈ സീക്ക് സ്ക്വയർ യു. 1 ബൈ സീക്ക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് സ്ക്വയർ യു ഈസ് ഈക്വൽ ടു 2 ടാൻ യു ഇൻറ്റു കോസ് സ്ക്വയർ യു. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു ടാൻ എങ്ങനെ എഴുതാം? സൈൻ യു ബൈ കോസ് യു ഇൻറ്റു കോസ് സ്ക്വയർ യു. ക്യാൻസൽ ചെയ്യാം, സ്ക്വയറും ഒരു കോസും കൂടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? 2 സൈൻ യു കോസ് യു. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 2u. സൈൻ 2uയുടെ എക്സ്പ്ലനേഷൻ ആണ് 2 സൈൻ യു കോസ് യു. അപ്പോൾ എന്ത് കിട്ടി? എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു സൈൻ 2u എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്ത എന്താണ്? ആദ്യം എന്ത് ചെയ്തു? യു എന്ന് പറയുന്നതിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. നമ്മുടെ ആ ആംഗിളിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തു. ദെൻ യു എന്ന് പറയുന്നതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. യു എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ യു ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടി എന്ന് കിട്ടി. ദെൻ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും ചെയിൻ റൂൾ വെച്ച് ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും കണ്ടുപിടിച്ചു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ടിയിലുള്ള ഇക്വേഷനാണ് കിട്ടിയത്. തിരിച്ച് ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ യുവിൽ തന്നെ കിട്ടി. ദെൻ അവിടെ കുറച്ച് ട്രിഗണോമെട്രി ഐഡന്റിറ്റി 1 പ്ലസ് ടാൻ സ്ക്വയർ യു ഈക്വൽ ടു സീക്ക് സ്ക്വയർ യു എന്നുള്ള ഐഡന്റിറ്റിയും അതേപോലെ 1 ബൈ സീക്ക് സ്ക്വയർ യു ഈക്വൽ ടു കോസ് സ്ക്വയർ യു എന്ന് പറയുന്ന ഐഡന്റിറ്റി, അതേപോലെ 2 സൈൻ യു കോസ് യു എന്ന് പറയുന്നത് സൈൻ 2u എന്ന് പറയുന്ന ഐഡന്റിറ്റി, ഇത്രയും ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? സൈൻ 2u എന്ന് കിട്ടി. ഓക്കെ, ആ വർഷം മാത്സിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ റെക്ടാങ്കുലർ സോളിഡ് ഓഫ് മാക്സിമം വോളിയം ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രിബ്ഡ് ഇൻ എ ഗിവൺ സ്ഫിയർ ഈസ് ഓപ്ഷൻ എ പാരലോപൈപ്ഡ്, ഓപ്ഷൻ ബി ക്യൂബോയിഡ്, ഓപ്ഷൻ സി റെക്ടാങ്കുലർ ബോക്സ്, ഓപ്ഷൻ ഡി ക്യൂബ്. ഓക്കെ, ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അത് ചോദിച്ചേക്കുന്നത്. എന്താണ്? ഒരു തന്നിരിക്കുന്ന സ്ഫിയറിൽ ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോളിയമുള്ള റെക്ടാങ്കുലർ സോളിഡ് ഏതാണ്? ക്യൂബ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു 4 ക്വസ്റ്റ്യൻസ്. ഇനിയും ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.